Welcome back to our English class. Dear students, I would like to ask you, do you know what is morality or moral values? Do you keep moral values in your life? Yes, we have to keep moral values in our life to lead a good life. What are moral values? Moral values are set of principles guiding us to evaluate what is right and what is wrong. Here we have an interesting drama which reveals that how some people easily forget their moral values. Yes, the title of the drama is The Hour of Truth by Percival Wilde. American playwright and American author Percival Wilde, The Hour of Truth. The Hour of Truth means Satyathinte Manikur. The main characters of this drama are Robert Baldwin, Martha, his wife, Baldwin's wife, Robert Baldwin's wife, John, his son, Evie, his daughter, Mr. Marshall, and a maid. Maid means a servant, female servant. These are the characters of this drama, The Hour of Truth. Now let's discuss what is the theme of this drama. The theme of this drama is corrupting influence of money on people. Greed and its consequences. The good gets rewarded and the bad gets punished. Some people easily forget their moral values. These are the themes or messages of this drama. Corrupting influence of money on people. Bad influence of money on people. Corruption, അഴിമതി അല്ലേ, അഴിമതി നടത്താനുള്ള ഒരു പ്രചോദനം ആളുകളിൽ ഉണ്ടാക്കുക പണത്തിൻ്റെ. കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് മണി ഓൺ പീപ്പിൾ. പണത്തിൻ്റെ അഴിമതി നടത്തുന്ന അല്ലെങ്കിൽ അഴിമതി നടത്താൻ പ്രേരകമായിട്ടുള്ള ഒരു സ്വാധീനം ആളുകളിൽ ഉണ്ടാക്കുക. ഗ്രീഡ് ആൻഡ് കോൺസിക്വൻസസ്. ആർത്തിയും അതിൻ്റെ ആഫ്റ്റർ ഇഫക്ട്സും അതിൻ്റെ റിസൾട്ടുകളും അതിൻ്റെ അനന്തരഫലവും. ദ ഗുഡ് ഗെറ്റ്സ് റിവാർഡഡ്. നല്ല പ്രവൃത്തിക്ക് നല്ല ആളുകൾക്ക് റിവാർഡ് ലഭിക്കുന്നു. ആൻഡ് ദ ബാഡ് ഗെറ്റ്സ് പണിഷ്ഡ്. മോശമായ ആളുകൾക്ക് പണിഷ്മെൻറ്റ് കിട്ടുന്നു. സം പീപ്പിൾ ഈസിലി ഫോർഗെറ്റ് ദെയർ മോറൽ വാല്യൂസ്. ചില ആളുകൾ ചില സാഹചര്യങ്ങളിൽ വളരെ പെട്ടെന്ന് ധാർമ്മിക മൂല്യങ്ങൾ മറന്നു പോകുന്നു. സെറ്റിംഗ്. ദിസ് ഡ്രാമ ഈസ് സെറ്റ് അറ്റ് ബാൽവിൻസ് കോട്ടേജ്. റോബർട്ട് ബാൽവിൻ എന്ന് പറയുന്ന ക്യാരക്ടറുടെ കോട്ടേജ് ഹൗസിലാണ്, വീട്ടിലാണ് ഈ ഡ്രാമ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാല്യൂസ് ഹൈലൈറ്റഡ് ഇൻ ദിസ് പ്ലേ. ഈ നാടകത്തിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വാല്യൂസുകൾ എന്തൊക്കെയാണ്? ഓണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഓക്കെ, ഓണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ലെറ്റ്സ് സ്റ്റാർട്ട്. ദ സീൻ അറ്റ് ബാൽവിൻസ്. സീൻ നടക്കുന്നത് അറ്റ് ബാൽവിൻസ്. അറ്റ് ബാൽവിൻസ് മീൻസ് അറ്റ് ബാൽവിൻസ് കോട്ടേജ്, ബാൽവിൻസ് ഹൗസ്. റോബർട്ട് ബാൽവിൻ്റെ ഹൗസിലാണ് സീൻ നടക്കുന്നത്. ഇറ്റ് ഈസ് എ റാദർ ഹോട്ട് ആൻഡ് സൾട്രി സൺഡേ ആഫ്റ്റർനൂൺ. സൾട്രി മീൻസ് അൺകംഫർട്ടബിൾ, അസ്വസ്ഥതയുള്ള, വളരെ ചൂടുള്ള അസ്വസ്ഥതയുള്ള ഒരു സൺഡേ ആഫ്റ്റർനൂൺ. ദ സൺ ഓവർ ഹെഡ്. ഓവർ ഹെഡ് മീൻസ് ലൊക്കേറ്റഡ് എബോ, മുകളിൽ ലൊക്കേറ്റ് ചെയ്യുന്ന. ദ സൺ ഓവർ ഹെഡ്, മുകളിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യനും. ആൻഡ് ദ ബേക്കഡ് ക്ലേ മീൻസ് ടൈൽസ് അണ്ടർ ഫുട്ട്, കാലിന് ചുവട്ടിലുള്ള ടൈൽസും. ആർ മേഴ്സിലെസ്, രണ്ടും മേഴ്സിലെസ് ആണ്, ദയ കാണിക്കുന്നില്ല. ദാറ്റ് മീൻസ് ദേ ആർ വെരി ഹോട്ട്, വളരെയധികം ചൂടാണ്. ഇൻ ദ ഡിസ്റ്റൻസ്, അകലെയായിട്ട്, ദൂരെയായിട്ട്. ലോവറിങ് ക്ലൗഡ്സ് ഗിവ് പ്രോമിസ് ഓഫ് കമ്മിങ് റിലീഫ്. ലോവറിങ് ക്ലൗഡ്സ്, താഴ്ന്നു നിൽക്കുന്ന മേഘങ്ങൾ. ഗിവ് പ്രോമിസ്, ഒരു പ്രോമിസ് നൽകുന്നു. ഓഫ് കമ്മിങ് റിലീഫ്, ഓഫ് കമ്മിങ് റിലാക്സേഷൻ, വരാൻ പോകുന്ന ആശ്വാസത്തിൻ്റെ. യുനോ വാട്ട് ഇസ് ഇറ്റ്? യെസ്, ഇറ്റ് മേ റെയിൻ അല്ലേ. അപ്പോൾ മഴയുടെ ഒരു സാധ്യത കാണുന്നുണ്ട്, അത് വരാൻ പോകുന്ന ഒരു ആശ്വാസത്തിൻ്റെ പ്രോമിസ് നൽകുന്നുണ്ട് മേഘങ്ങൾ. ആൻഡ് അറ്റ് ദ പാർലർ വിൻഡോ ഓഫ് എ ട്രിം ലിറ്റിൽ കോട്ടേജ്. പാർലർ മീൻസ് റൂം എന്നാണ് അർത്ഥം, റൂം. ട്രിം മീൻസ് നീറ്റ് ആൻഡ് അട്രാക്റ്റീവ്, വളരെ വൃത്തിയും ആകർഷണീയവുമായ. ട്രിം. കോട്ടേജ് മീൻസ് ഹൗസ്. അപ്പോൾ അറ്റ് ദ പാർലർ വിൻഡോ. അറ്റ് ഹിയർ മീൻസ് നിയർ എന്നാണ്, സമീപം എന്നാണ്.
അറ്റ് ദ പാർലർ വിൻഡോ ഓഫ് എ ട്രിം ലിറ്റിൽ കോട്ടേജ്. വളരെ അട്രാക്റ്റീവായ നീറ്റായിട്ടുള്ള ചെറിയ കോട്ടേജിലെ ഒരു റൂമിൻ്റെ ജനലിന് സമീപം. ദ ബാൽവിൻ ഫാമിലി, ബാൽവിൻ്റെ കുടുംബം, റോബർട്ട് ബാൽവിൻ ഇസ് ദ മെയിൻ ക്യാരക്ടർ, സെൻട്രൽ ക്യാരക്ടർ ഓഫ് ദിസ് ഡ്രാമ. ഈ ഡ്രാമയിലെ കേന്ദ്ര കഥാപാത്രമാണ്, മെയിൻ ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഈസ് ആങ്ഷ്യസ്ലി അവൈറ്റിംഗ്, ഈസ് ക്യൂരിയസ്ലി അവൈറ്റിംഗ്, വളരെ ആശങ്കയോടുകൂടി കാത്തിരിക്കുകയാണ് ദ റിട്ടേൺ ഓഫ് ഇറ്റ്സ് ഹെഡ്, ദ അറൈവൽ ഓഫ് റോബർട്ട് ബാൽവിൻ. ഹെഡ് എന്ന് പറഞ്ഞാൽ റോബർട്ട് ബാൽവിൻ ആണ് അതിൻ്റെ, ഈ വീടിൻ്റെ ഹെഡ് അല്ലേ. അപ്പോൾ റോബർട്ട് ബാൽവിൻ്റെ വരവിന് വേണ്ടിയിട്ട് ആ കുടുംബത്തിലെ ഓരോരുത്തരും ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് ബാൽവിൻസ് ഫാമിലീസ് ആങ്ഷ്യസ്ലി ഈസ് ക്യൂരിയസ്ലി വെയിറ്റിംഗ്. ജോൺ, ഇനി ഓരോരുത്തരെ കുറിച്ചിട്ട് പറയുന്നു. ജോൺ, ദ സൺ ആൻഡ് ആവറേജ് യങ് മാൻ ഓഫ് 27. ജോൺ ഈസ് ദ സൺ ഓഫ് റോബർട്ട് ബാൽവിൻ. റോബർട്ട് ബാൽവിൻ്റെ മകനായ ജോൺ, ഹീ ഈസ് 27 years old, 27 വയസ്സുള്ള ചെറുപ്പക്കാരനായിട്ടുള്ള ജോൺ ഈസ് സ്മോക്കിംഗ് എ പൈപ്പ്, ഈസ് സ്മോക്കിംഗ് എ സിഗരറ്റ്, ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ് ഫിലോസഫിക്കലി, ആസ് തോട്ട്ഫുള്ളി, ചിന്തയോടുകൂടി. എങ്ങനെയുള്ള ചിന്ത? ആസ് ഇഫ് ദിസ് ഡേ, ഈ ഒരു ദിവസം, വേർ ഇൻ നോ വിറ്റ്. നോ വിറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് അറ്റ് ഓൾ എന്നാണ്. നോട്ട് അറ്റ് ഓൾ, ഒട്ടും തന്നെ. മോർ മൊമെൻറ്റസ്, മൊമെൻറ്റസ് മീൻസ് ഇമ്പോർട്ടൻറ്റ്, പ്രധാനപ്പെട്ടതല്ല എന്ന് ചിന്തിച്ചുകൊണ്ട്. ദാൻ എനി അതർ മീൻസ് ദാൻ എനി അതർ ഡേ. ദാറ്റ് മീൻസ് ഹീ കൺസിഡേഴ്സ് ദിസ് ഡേ ആസ് യൂഷ്വൽ ഓർ ആസ് എ കോമൺ ഡേ, ആസ് എ റെഗുലർ ഡേ. പക്ഷേ ആ ദിവസം അവിടെ എന്തുണ്ട്? സംതിങ് ഹാപ്പൻഡ്, എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും അങ്ങനെ എന്തോ ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ജോണിൻ്റെ ആ ഒരു അപ്പിയറൻസ്, അല്ലെങ്കിൽ ജോൺ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ആസ് ഇഫ് ദിസ് ഡേ വേർ ഇൻ നോ വിറ്റ് മോർ മൊമെൻറ്റസ് ദാൻ എനി അതർ. മറ്റേതൊരു ദിവസത്തേക്കാളും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു ദിവസമല്ല ഇത് എന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ ഒരു അപ്പിയറൻസ്, ഒരു ലുക്ക്, ഒരു ഭാവം വരുത്തിക്കൊണ്ടാണ് ആര് നിൽക്കുന്നത് അവിടെ? ജോണ് നിൽക്കുന്നത്. ബട്ട് ഹിസ് മദർ, ഇനി അവൻ്റെ അമ്മയുടെ കാര്യം എന്താ നോക്കാം. ബട്ട് ഹിസ് മദർ ട്രൈങ് ടു കമ്പോസ് ഹെർസെൽഫ്. ട്രൈങ് ടു കമ്പോസ് ഹെർസെൽഫ് മീൻസ് ട്രൈങ് ടു ബി കൂൾ ഹെർസെൽഫ് വിത്ത് ഹെർ നിറ്റിംഗ്, എൻഗേജ്ഡ് ഇൻ സ്റ്റിച്ചിങ്. ജോൺസ് മദർ ഈസ് ട്രൈങ് ടു ബി ക്വയറ്റ് ഹെർസെൽഫ് എൻഗേജ്ഡ് ഇൻ സ്റ്റിച്ചിങ്. അവൻ്റെ അമ്മ ശ്രമിക്കുന്നു ടു കമ്പോസ് ഹെർസെൽഫ്, സ്വയം കൂളാകാൻ ശ്രമിക്കുന്നു. കമ്പോസ് ഹെർസെൽഫ് എന്ന് പറഞ്ഞാൽ ടു ബി കൂൾ എന്നാണ്, ടു ബി ക്വയറ്റ്, മനസ്സിനെ എന്താ പറയുക, ക്വയറ്റാക്കാൻ വേണ്ടി, കൂളാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. വിത്ത് ഹെർ നിറ്റിംഗ്, എങ്ങനെ? എൻഗേജ്ഡ് ഇൻ സ്റ്റിച്ചിങ്, തുന്നിക്കൊണ്ട്, സ്റ്റിച്ചിങ്ങിൽ ഏർപ്പെട്ടുകൊണ്ട് തൻ്റെ മനസ്സിൻ്റെ ചിന്തയെ മാറ്റാൻ വേണ്ടി ആര് ശ്രമിക്കുന്നു? ജോണിൻ്റെ അമ്മ ശ്രമിക്കുന്നു. അങ്ങനെയുള്ള, പക്ഷേ ഹാസ് മെയ്ഡ് ലിറ്റിൽ പ്രോഗ്രസ്. കണ്ടോ, അവിടെ സബ്ജക്റ്റ് ഹിസ് മദർ എന്നാണ്. അപ്പോൾ ബട്ട് ഹിസ് മദർ ട്രൈങ് ടു കമ്പോസ് ഹെർസെൽഫ് വിത്ത് ഹെർ നിറ്റിംഗ്, സ്റ്റിച്ചിങ്ങിൽ ഏർപ്പെട്ടുകൊണ്ട് മനസ്സിനെ കൂളാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അവൻ്റെ അമ്മയ്ക്ക് ഹാസ് മെയ്ഡ് ലിറ്റിൽ പ്രോഗ്രസ്, ഹാസ് മെയ്ഡ് നോ പ്രോഗ്രസ് ഇൻ ദ ലാസ്റ്റ് ഹാഫ് ഓഫ് അവർ. കഴിഞ്ഞ അരമണിക്കൂറായിട്ട് മനസ്സിന് യാതൊരുവിധ ടെൻഷന് യാതൊരുവിധ കുറവുണ്ടായിട്ടില്ല. ലിറ്റിൽ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ ഒരു പുരോഗതി ഉണ്ടായിട്ടില്ല. ദാറ്റ് മീൻസ് മനസ്സിന് യാതൊരുവിധ മാറ്റവും ഉണ്ടായിട്ടില്ല. ആശങ്ക തന്നെയാണ് മനസ്സിലുള്ളത്, ടെൻഷൻ തന്നെയാണ് മനസ്സിലുള്ളത്. സ്റ്റിച്ചിങ്ങിൽ ഏർപ്പെട്ടുകൊണ്ട് മനസ്സിനെ മാറ്റാൻ ശ്രമിച്ചെങ്കിലും അത് കഴിഞ്ഞില്ല. ആൻഡ് ഈവി, ഇനി ഈവിയുടെ അവസ്ഥ എന്താ നോക്കാം. ആൻഡ് ഈവി, ആരാണ് ഈവി? ഹിസ് സിസ്റ്റർ, ജോണിൻ്റെ സിസ്റ്ററാണ്, അതായത് റോബർട്ട് ബാൽവിൻ്റെ മകളാണ്. ഈവി ടേക്സ് നോ പെയിൻസ്. അപ്പോൾ ടേക്ക് പെയിൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഇഡിയമാണ്. ട്രൈ വെരി ഹാർഡ് എന്നാണ് അർത്ഥം. ട്രൈ വെരി ഹാർഡ് ടു ഡു സംതിങ് എന്നാണ്. കഠിനമായി ശ്രമിക്കുക എന്നാണ് ടേക്ക് പെയിൻ എന്നർത്ഥം. അത് ഇഡിയമാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വാട്ട് ഈസ് ഇഡിയം എന്നുള്ളത്. ടേക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ ട്രൈ വെരി ഹാർഡ് എന്നാണ് അർത്ഥം, അതായത് കഠിനമായി ശ്രമിക്കുക. ഇവിടെ ടേക്സ് നോ പെയിൻ എന്നാണ്. അപ്പോൾ അതിനർത്ഥം എന്താ? നെഗറ്റീവായി, കഠിനമായി ശ്രമിക്കുന്നില്ല, ശക്തമായി ശ്രമിക്കുന്നില്ല എന്നാണ്. അപ്പോൾ ആസ് ഫാർ ആസ് കൺസേൺഡ് ഈവി, ഷീ ഡസൻറ്റ് ട്രൈ വെരി ഹാർഡ്. ഈവിയെ സംബന്ധിച്ചിടത്തോളം അവൾ എന്ത് ചെയ്യുന്നില്ല? കഠിനമായി ശ്രമിക്കുന്നില്ല. ടു കൺസീൽ മീൻസ് ടു ഹൈഡ്, ഒളിപ്പിച്ചു വെക്കാൻ. ഹെർ നെർവസ്നെസ്, ഹെർ ഫിയർ, അവളുടെ ഭയം.
അപ്പോൾ ഈവി തൻ്റെ മനസ്സിൽ അല്ലേ ആക്ച്വലി സംതിങ് ഹാപ്പൻഡ് ഇൻ ദ ബാൽവിൻസ് ഫാമിലി. ബാൽവിൻ്റെ കുടുംബത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഓരോരുത്തരുടെയും അപ്പിയറൻസിൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈവിയെ സംബന്ധിച്ചിടത്തോളം ഈവി എന്ത് ചെയ്യുന്നില്ല, തൻ്റെ മനസ്സിലുള്ള ഭയത്തെ മറച്ചു വെക്കാൻ ഈവി എന്ത് ചെയ്യുന്നില്ല, കഠിനമായി ശ്രമിക്കുന്നില്ല. ഓക്കെ, അവൾ എന്ത് ചെയ്യുന്നുണ്ട്, തൻ്റെ മുഖത്ത് ആ ഭയം കാണിക്കുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈവി ഹിസ് സിസ്റ്റർ, അവൻ്റെ സഹോദരിയായ ഈവി ടേക്സ് നോ പെയിൻസ്. ഷി ഡസൻറ്റ് ടേക്ക് എ സീരിയസ് എഫേർട്ട് ടു കൺസീൽ ഹെർ നെർവസ്നെസ്, ടു ഹൈഡ് ഹെർ ഫിയർ. ദർ ഈസ് എ ടെൻസ് പോസ്, ദർ ഈസ് എ സ്ട്രെസ്ഫുൾ സൈലൻസ്. വളരെ എന്താ പറയുക, ടെൻഷൻ നിറഞ്ഞിട്ടുള്ളൊരു നിശബ്ദതയാണ് അവിടെ ഉള്ളത്. ഇറ്റ് സീംസ് ആസ് ഇഫ് നൺ ഓഫ് ദം ലൈക്സ് ടു ബ്രേക്ക് ദ സൈലൻസ്. ആ ഒരു നിശബ്ദത കണ്ടു കഴിഞ്ഞാൽ തോന്നും ഒരാളും തന്നെ ആ ഒരു നിശബ്ദതയെ ബ്രേക്ക് ചെയ്യാൻ എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല. ഫോർ ദ 10th time in 10 minutes, 10 മിനിറ്റിൽ 10 പ്രാവശ്യം ഈവി ഗോസ് ടു ദ വിൻഡോ, ഈവി ജനലിൻ്റെ അടുത്തേക്ക് പോകുന്നു. ആൻഡ് ലുക്സ് ഔട്ട് അലോങ് ദ സൾട്രി റോഡ്, അലോങ് ദ അൺകംഫർട്ടബിൾ ആൻഡ് ഹീറ്റ് റോഡ്. ആ ചൂടുള്ള റോഡിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈവി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മാർത്ത, ഇറ്റ് ഈസ് ടൈം ഹി വാസ് ഹോം. മാർത്ത സെയ്സ് റോബർട്ട് ബാൽവിൻ ഷുഡ് ഹാവ് കം ബൈ നൗ. റോബർട്ട് ബാൽവിനെ കുറിച്ചിട്ടാണ് ഡിസ്കഷൻ നടക്കുന്നത്. റോബർട്ട് ബാൽവിൻ വീട്ടിലേക്ക് എത്തേണ്ട സമയമായിട്ടുണ്ട് എന്ന് മാർത്ത പറയുന്നു. ഈവി, യെസ് മദർ, ഷി അഗ്രീഡ്. മാർത്ത, ഐ ഡു ഹോപ്പ് ഹി ഹാസൻറ്റ് ഫോർഗട്ടൻ ഹിസ് അംബ്രല്ല. ഹി ഹാസ് സച്ച് എ ഹാബിറ്റ് ഓഫ് ലീവിങ് ഇറ്റ് ബിഹൈൻഡ് ഹിം. Martha hopes that Robert Baldwin has not forgotten to take his umbrella with him, because he has such a habit of forgetting umbrella to take him when he goes out. അതായത് മാർത്ത പറയുന്നു, അദ്ദേഹം കുടയെടുക്കാൻ മറന്നിട്ടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം പുറത്തേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം കുട മറന്നു വെക്കുന്നൊരു ശീലം, ഹാബിറ്റ് അയാൾക്കുണ്ട്. ഈവി, യെസ് മദർ. മാർത്ത, ഇറ്റ് മൈറ്റ് റെയിൻ, മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഡോണ്ട് യു തിങ്ക് സോ ഈവി, നീ അങ്ങനെ ചിന്തിക്കുന്നില്ല ഈവി? വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ ആൻ ആൻസർ, അതായത് ഈവിയിൽ നിന്നും ഒരു ഉത്തരത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ, ഷീ ഗോസ് ദ വിൻഡോ, ജനലിൻ്റെ അടുത്തേക്ക് മാർത്ത പോകുന്നു. ആൻഡ് ലുക്സ് ഔട്ട് ആങ്ഷ്യസ്ലി, ആശങ്കയോടുകൂടി പുറത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് പറയുന്നു, ദ സ്കൈ ഈസ് സോ ഡാർക്ക്, ആകാശം കറുത്തിരുണ്ടിട്ടുണ്ട്. ഷീ സ്റ്റാർട്ട്സ്, പെട്ടെന്ന് ഞെട്ടിപ്പോവുകയാണ്. കാരണം എന്താ, ദ വാസ് എ ഫ്ലാഷ് ഓഫ് ലൈറ്റിംഗ്, ഇടിമിന്നലുണ്ട് കേട്ടോ. മാർത്ത പറയാണ് ഇടിമിന്നലുണ്ട്. ഈ സമയത്ത് ജോൺ റൈസ് സ്ലോലി, ജോൺ സാവധാനം എഴുന്നേൽക്കുന്നു. മൂവ്സ് എ സെൻറ്റർ ടേബിൾ, സെൻറ്ററിൽ ഇട്ടിരിക്കുന്ന ടേബിളിൻ്റെ അടുത്തേക്ക് നീങ്ങുന്നു. ആൻഡ് നോക്സ് ദ ആഷസ് ഔട്ട് ഓഫ് ഹിസ് പൈപ്പ് ആൻഡ് റിമൂവ്സ് ദ ആഷസ് ഫ്രം ഹിസ് പൈപ്പ്, തൻ്റെ പൈപ്പിൽ നിന്നും, അതായത് സിഗരറ്റിൽ നിന്നുമുള്ള ആഷസ്, ചാരം ഒഴിവാക്കുന്നു. ഹിസ് മദർ ടേൺസ് ടു ഹിം, മാർത്ത അവൻ്റെ അടുത്തേക്ക് തിരിയുന്നു. എന്നിട്ട് പറയുന്നു, ജോൺ റൺ ഇൻ ടു യുവർ ഫാദേഴ്സ് റൂം, നിൻ്റെ അച്ഛൻ്റെ റൂമിലേക്ക് ഓടിപ്പോ. ആൻഡ് സീ ദാറ്റ് ദ വിൻഡോസ് ആർ ക്ലോസ്ഡ്, എന്നിട്ട് എന്ത് ചെയ്യുക, ജനലുകളൊക്കെ ക്ലോസ് ചെയ്തിട്ടില്ലേ ഒന്ന് നോക്കൂ. ദാറ്റ്സ് എ ഗുഡ് ബോയ്. ഓക്കെ, ജോൺ റൈറ്റ്. ഓ, he goes. He agreed and went to his father's room whether windows are closed or not. ജനലുകളൊക്കെ അടച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ജോൺ ഫാദറിൻ്റെ റൂമിലേക്ക് പോകുന്നു. ഈവി, ആഫ്റ്റർ എ പോസ്, ആഫ്റ്റർ എ സൈലൻസ്, ഈവി calls mother. There is no answer from mother. Mother. Mrs. Baldwin turns slowly. Mrs. Baldwin സാവധാനം തിരിയുന്നു. What does Mr. Gresham want with him? Evie asks. Why Mr. Gresham wanted our father? Has he done anything wrong? എന്തിനാണ് ഗ്രേഷം എന്ന് പറയുന്നത് പ്രസിഡൻ്റ് ഓഫ് ദി നാഷണൽ ബാങ്ക് ആണ്. ഇതിലെ ക്യാരക്ടേഴ്സിൽ പറഞ്ഞിട്ടില്ല, കാരണം ഈ സീനിൽ അയാൾ കാണുന്നില്ല, ഡ്രാമയിൽ അയാൾ സ്റ്റേജിൽ കാണാത്തത് കൊണ്ടാണ് ഇവിടെ ക്യാരക്ടേഴ്സിൽ പറയാതിരുന്നത്. ആ ഒരു ക്യാരക്ടേഴ്സ് തന്നെയാണ് അദ്ദേഹവും. ഗ്രേഷം എന്ന് പറയുന്ന ആൾ പ്രസിഡൻ്റ് ഓഫ് ദി നാഷണൽ ബാങ്കിൻ്റെ പ്രസിഡൻ്റാണ്, അല്ലെങ്കിൽ മാനേജറാണ്. ആര്? ഗ്രേഷം എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ്, ഗ്രേഷമിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ് ആര്? പിന്നെ റോബർട്ട് ബാൽവിൻ. ഓക്കെ, അപ്പോൾ റോബർട്ട് ബാൽവിൻ്റെ ബോസാണ് ആര്? ഗ്രേഷം, ജോൺ ഗ്രേഷം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഈവി ചോദിക്കണം, എന്തിനായിരിക്കാം ഗ്രേഷം അച്ഛനെ കാണാൻ ആഗ്രഹിച്ചത്? ഹാസ് ഹി ഡൺ എനിത്തിങ് റോങ്? അച്ഛൻ എന്തെങ്കിലും റോങ് ചെയ്തിട്ടുണ്ടോ? മാർത്ത പ്രൗഡ്ലി, യുവർ ഫാദർ നോ ഈവി, യുവർ ഫാദർ, അഭിമാനത്തോടുകൂടി ചോദിക്കുക, നിൻ്റെ അച്ഛനോ തെറ്റ് ചെയ്യേ? നോ ഈവി,
നോ ചാൻസ് എന്ന് പറയാം. ഇ വി ദെൻ വൈ ഡിഡ് മിസ്റ്റർ ഗ്രേഷം സെൻഡ് ഫോർ ഹിം? അങ്ങനെ അച്ഛനൊന്നും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, എന്തോ ഒരു കേസിൽ അകപ്പെട്ടിട്ടുണ്ട് ആര്, ഗ്രേഷം അവിടെ ഇനി പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ദെൻ വൈ ഡിഡ് മിസ്റ്റർ ഗ്രേഷം സെൻഡ് ഫോർ ഹിം? എന്തിനാണ് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ആളയച്ചത്? മാർത്ത, ഹി വാണ്ടഡ് ടു ടോക്ക് ടു ഹിം. ഗ്രേഷം വാണ്ടഡ് ടു ടോക്ക് ടു റോബർട്ട് ബാൽവിൻ, അല്ലെങ്കിൽ ടു യുവർ ഫാദർ. നിൻ്റെ അച്ഛനോട് സംസാരിക്കാൻ ആരാഗ്രഹിച്ചു? ഗ്രേഷം ആഗ്രഹിച്ചു. ഇ വി വാട്ട് അബൌട്ട്? എന്തിനെക്കുറിച്ച്? മിസ്റ്റർ ഗ്രേഷം ഹാസ് ബീൻ അറസ്റ്റഡ്. ഗ്രേഷം എന്ത് ചെയ്തിട്ടുണ്ട്? അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടല്ലോ. ദേ ആർ ഗോയിങ് ടു ട്രൈ ഹിം ടുമോറോ. ദേ ആർ കോർട്ട് ഓർ പോലീസ് ഈസ് ഗോയിങ് ടു ബ്രിങ് ഹിം ടു ദ കോർട്ട്, ഇൻ ടു ദ കോർട്ട്. കോടതി നാളെ എന്ത് ചെയ്യും? പോലീസ് എന്ത് ചെയ്യും? നാളെ അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുവരാൻ പോവല്ലേ. വാട്ട് ക്യാൻ ഹി വാണ്ട് വിത്ത് ഫാദർ? എന്തായിരിക്കാം അച്ഛനിൽ നിന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവുക? ജോൺ ഗ്രേഷം എന്തായിരിക്കും അച്ഛനിൽ നിന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവുക? അച്ഛൻ എന്താ ചെയ്യാൻ കഴിയുക? ഓക്കെ, മാർത്ത, യുവർ ഫാദർ വിൽ ഹാവ് ടു ഗിവ് എവിഡൻസ്. യുവർ ഫാദർ വിൽ ഹാവ് ടു ഗിവ് എവിഡൻസ്. യെസ്, മാർത്ത പറയുന്നു, യുവർ ഫാദർ, നിൻ്റെ അച്ഛനെ വിൽ ഹാവ് ടു ഗിവ്, നൽകാനുണ്ടാവും, എവിഡൻസ്, പ്രൂഫ്, തെളിവ് നൽകാനുണ്ടാകും. ഇ വി ബട്ട് ഹി ഈസ് ഗോയിങ് ടു ഗിവ് എവിഡൻസ് അഗെയിൻസ്റ്റ് മിസ്റ്റർ ഗ്രേഷം. പക്ഷേ അച്ഛൻ തെളിവ് നൽകാൻ പോകുന്നത് ഗ്രേഷമിനെതിരാണല്ലോ, അനുകൂലമായിട്ടല്ലല്ലോ. നോട്ട് ഇൻ ഫേവർ ഓഫ് ഹിം ബട്ട് അഗെയിൻസ്റ്റ് ഹിം. എതിരായിട്ടാണല്ലോ, ബോസിനെതിരായിട്ടാണല്ലോ അച്ഛൻ എവിഡൻസ് നൽകുന്നത്. വൈ ഷുഡ് മിസ്റ്റർ ഗ്രേഷം വാണ്ട് ടു സീ ഹിം? പിന്നെ എന്തിനാണ് ഗ്രേഷം അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്നത്? മാർത്ത, ഐ ഡോണ്ട് നോ ഇ വി, എനിക്കറിയില്ല. യു നോ, യുവർ ഫാദർ ഡസൻറ്റ് സേ മച്ച് അബൌട്ട് ഹിസ് ബിസിനസ് അഫയേഴ്സ്. മാർത്ത സേസ് ദാറ്റ് റോബർട്ട് ബാൽവിൻ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഷെയർ ബിസിനസ് അഫയേഴ്സ് വിത്ത് മാർത്ത. അത് നിൻ്റെ ഫാദർ ബിസിനസ് കാര്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര എന്നോട് ഷെയർ ചെയ്യാറില്ല. ഷീ പോസസ്. I didn't know there was anything wrong with the bank until I saw it in the papers. മാർത്ത പറയുന്നു, ഭാര്യയായ ഞാൻ പോലും I didn't know, ഞാൻ അറിഞ്ഞില്ല, there was anything wrong with the bank. ബാങ്കിൽ എന്തെങ്കിലും റോങ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. until I saw it in the papers. പേപ്പറിൽ, പത്രത്തിൽ ആ ന്യൂസ് വരുന്നത് വരെ, പത്രത്തിൽ ന്യൂസ് വരുന്നത് വരെ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഭർത്താവ്, മാർത്തയുടെ ഭർത്താവ് റോബർട്ട് ബാൽവിൻ ബാങ്കിൽ ജോലി ചെയ്യുന്ന ആളാണ്. ആ ബാങ്കിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ആ ബാങ്കിലെ മാനേജറും പ്രസിഡൻറ്റും അല്ലെങ്കിൽ മാനേജറായിട്ടുള്ള ജോൺ ഗ്രേഷമിനെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജോൺ ഗ്രേഷം എന്ന് പറയുന്നത് റോബർട്ട് ബാൽവിൻ്റെ ബോസാണ്, അല്ലെങ്കിൽ ജോൺ ഗ്രേഷമിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ് ആര്, റോബർട്ട് ബാൽവിൻ. എന്നിട്ടും ഇങ്ങനെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടായിട്ടും, അല്ലെങ്കിൽ ആളുകളുണ്ടായിട്ടും മാർത്ത അറിയുന്നത് അത് ഈ ബാങ്ക് റെക്കിനെ കുറിച്ചിട്ട് പേപ്പറിൽ വാർത്തകൾ വന്നപ്പോഴാണ് അറിയുന്നത്. യുവർ ഫാദർ വുഡിൻ്റ് ടെൽ മീ. നിൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടില്ല ടു ഡ്രോ മൈ മണി ഔട്ട്. ടു ഡ്രോ മീൻസ് ടു വിഡ്രോ മൈ മണി ഔട്ട്. മാർത്ത ഹാഡ് ഇൻവെസ്റ്റഡ് ഹർ മണി ഇൻ ഹർ ഹസ്ബൻഡ്സ് ബാങ്ക്. അതായത് റോബർട്ട് ബാൽവിൻ്റെ ജോലി ചെയ്യുന്ന ബാങ്കിൽ മാർത്ത പണം നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. ആ പണം പിൻവലിക്കാൻ പോലും നിൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞില്ല. ഹി തോട്ട് ഇറ്റ് വാസ് ലോയൽ ടു മിസ്റ്റർ ഗ്രേഷം. ഞാനങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് തൻ്റെ ബോസിനോട്, അതായത് റോബർട്ട് ബാൽവിൻ ബോസമിനോട് ചെയ്യുന്നൊരു വിശ്വാസക്കുറവ് കൊണ്ടായിരിക്കാമെന്നാണ് ആര് ചിന്തിച്ചത്? റോബർട്ട് ബാൽവിൻ ചിന്തിച്ചു. ഹി തോട്ട്, മാർത്ത പറയാം, അദ്ദേഹം ചിന്തിച്ചു. ഇറ്റ് വാസിൻ്റെ ലോയൽ, ഇറ്റ് വാസിൻ്റെ ട്രസ്റ്റ്ഫുൾ, അല്ലെങ്കിൽ ഇറ്റ് വാസ് നോട്ട് ഫെയ്ത്ത്ഫുൾ. അത് വിശ്വാസമുണ്ടാവില്ല ടു മിസ്റ്റർ ഗ്രേഷം. ആർക്ക്? ഗ്രേഷമിന്. ഇ വി നോട്ട്സ്, ഇ വി ഷേക്സ് ഹെർ ഹെഡ്. പക്ഷേ മാർത്ത പറയുന്നു, ഇങ്ങനെ നിൻ്റെ അച്ഛൻ എന്നോട് പിൻവലിക്കാൻ പറ്റില്ല, ബാങ്ക് ഇങ്ങനെ തകരാൻ പോവുകയാണ്, അല്ലെങ്കിൽ ബാങ്ക് തകർന്നിട്ടുണ്ട്, ബാങ്ക് പൊളിയാൻ പോവുകയാണ്, അതുകൊണ്ട് നിൻ്റെ പണം ഈ പിൻവലിച്ചോളൂ എന്ന് ഭാര്യയോട് പറഞ്ഞിട്ടില്ല. കാരണം എന്താ? അങ്ങനെ പിൻവലിച്ചു കഴിഞ്ഞാൽ തൻ്റെ ബോസിന് എന്തെങ്കിലുമൊക്കെ തോന്നുമോ, വിശ്വാസത കുറവ് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നൊക്കെ തോന്നുമോ എന്നാണ് ആര് ചിന്തിച്ചത്? റോബർട്ട് ബാൽവിൻ ചിന്തിച്ചത്. പക്ഷേ മാർത്ത എന്ത് ചെയ്തു? ഐ ഡിഡ് ഇറ്റ് ഓഫ് മൈ ഓൺ അക്കൗണ്ട്. ഐ വിഡ്രൂ ദ മണി ആസ് പെർ മൈ ഫ്രീ വിൽ, മൈ ചോയ്സ്. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ്. അതാണ് മൈ ഓൺ അക്കൗണ്ട്. എന്നാൽ മൈ ഓൺ ചോയ്സ്, അല്ലെങ്കിൽ ഹെർ ഓൺ വിഷ്, മൈ ഓൺ വിഷ് എന്നൊക്കെ പറയും. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് ചെയ്തു? ഞാൻ പണം പിൻവലിച്ചു. എഗെയിൻസ്റ്റ് ഹിസ് വിഷസ്, എൻ്റെ സ്വന്തം ആരുടെ വിഷസിനെതിരായിട്ട്? എഗെയിൻസ്റ്റ് ദ വിഷസ് ഓഫ് റോബർട്ട് ബാൽവിൻ്റെ ആഗ്രഹങ്ങൾക്കെതിരായിട്ട്
എപ്പോൾ when I suspected that the bank would be collapsed, would be destroyed. ബാങ്ക് തകരും എന്നൊരു സംശയിച്ചപ്പോൾ, ബാങ്ക് അധികകാലം മുന്നോട്ട് പോകില്ല എന്ന് ഞാൻ സംശയിച്ചപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് ചെയ്തു, പണം പിൻവലിച്ചു. EV after a pause. Do you think that father had anything to do with എന്തോ EV ചോദിക്കുക, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഫാദർ ഹാഡ് എനിത്തിങ് ടു ഡു വിത്ത് ഷീ ഡസ് നോട്ട് ലൈക്ക് ടു സേ ഇറ്റ്, ഷീ ഡസ് നോട്ട് ലൈക്ക് ടു കംപ്ലീറ്റ് ഹെർ സെൻറ്റൻസ്. അച്ഛനെക്കുറിച്ച് മോശമായിട്ട് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം പറയാണ്, കംപ്ലീറ്റ് ആക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അച്ഛൻ അതുമായിട്ട് എന്തെങ്കിലും പങ്കുണ്ടോ? മീൻസ് അപ്പോൾ മാർത്ത ചോദിക്കുക, വിത്ത് ദ റേക്കിംഗ് ഓഫ് ദ ബാങ്ക് യു മീൻ, അച്ഛന് ബാങ്ക് തകർച്ചയുമായിട്ട് വല്ല പങ്കുമുണ്ടോ എന്നാണോ നീ ചോദിക്കുന്നത്? യു നോ ഹിം ബെറ്റർ ദാൻ ദാറ്റ് EV, നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ അച്ഛനെ, നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ബട്ട് ഡിഡ് ഹീ നോ വാട്ട് വാസ് ഗോയിങ് ഓൺ? ഡിഡ് ഹീ നോ വാട്ട് ഹാപ്പൻഡ് ദെൻ? അച്ഛൻ അറിയാമായിരുന്നില്ലേ അവിടെ എന്താ സംഭവിച്ചത് എന്ന്? യു നോ വാട്ട് ദ പേർപ്പസ് ആർ സെയിങ്, നിങ്ങൾക്കറിയാവുന്നതല്ലേ പത്രങ്ങളിൽ വന്ന റിപ്പോർട്ടുകളൊക്കെ? മാർത്ത, ദേ ഹാവിൻറ്റ് ബീൻ ഫെയർ ടു ഹിം, ദേ ഹാവിൻറ്റ് ബീൻ ന്യൂസ് പേപ്പേഴ്സ് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ആർ നോട്ട് ഗുഡ് ടു ഹിം, ദേ ഹാവിൻറ്റ് അണ്ടർസ്റ്റുഡ് ഹിം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പത്രങ്ങളിൽ വന്ന വാർത്തകൾ അച്ഛന് അനുകൂലമായിട്ടല്ല, അച്ഛനെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ല. ഓൾ ദ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് എഗെയിൻസ്റ്റ് റോബർട്ട് ബാൽവിൻ, എഗെയിൻസ്റ്റ് യുവർ ഫാദർ, നിൻ്റെ അച്ഛനെതിരായിരുന്നു ന്യൂസ് പേപ്പർ റിപ്പോർട്ടുകളൊക്കെ എന്നാണ് ആര് പറയുന്നത്? മാർത്ത പറയുന്നത്. EV, പെർഹാപ്സ് നോട്ട്, ബട്ട് ദേ സെഡ് ഹി മസ്റ്റ് ഹാവ് ബീൻ എ ഫൂൾ നോട്ട് ടു നോ. പേപ്പേഴ്സ് എന്ത് ചെയ്തിട്ടില്ല, ന്യൂസ് പേപ്പേഴ്സ് ആർ എഗെയിൻസ്റ്റ് റോബർട്ട് ബാൽവിൻ, ആർ എഗെയിൻസ്റ്റ് യുവർ ഫാദർ. പത്രങ്ങളൊക്കെ നിൻ്റെ അച്ഛനെതിരാണ്, അച്ഛനെക്കുറിച്ച് മോശമായിട്ട് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, എഴുതിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, EV പറയുന്നു, ബട്ട് ദ പേപ്പേഴ്സ് സെഡ് ഹി മസ്റ്റ് ഹാവ് ബീൻ എ ഫൂൾ നോട്ട് ടു നോ. ബാങ്കിൽ നടന്നതിനെക്കുറിച്ച് അച്ഛൻ അറിയാതിരിക്കാൻ അച്ഛനൊരു വിഡ്ഢിയല്ല. ഓക്കെ, അങ്ങനെ പറയുന്നത് ദേ സെഡ്, പത്രങ്ങൾ, ദേ എന്ന് പറയുന്നത് പത്രങ്ങളാണ്, ന്യൂസ് പേപ്പേഴ്സ്. ഹി മസ്റ്റ് ഹാവ് ബീൻ എ ഫൂൾ, അദ്ദേഹം ഒരു വിഡ്ഢി തന്നെയാണ്. നോട്ട് ടു നോ ഇഫ് ഹി ഡസൻറ്റ് നോ അബൌട്ട് ദ റെക്കിംഗ് ഓഫ് ദ ബാങ്ക്, ബാങ്കിൻ്റെ അല്ലെങ്കിൽ അബൌട്ട് ദ പ്രോബ്ലം ഇൻ ദ ബാങ്ക്, ബാങ്കിലെ പ്രശ്നങ്ങളെക്കുറിച്ച് അച്ഛൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ അച്ഛനൊരു ആ വിഡ്ഢി തന്നെയാണ്, നിൻ്റെ ഫാദർ ഒരു വിഡ്ഢി തന്നെയാണ് എന്നാണ്, ഫാദർ ഒരു വിഡ്ഢി തന്നെയാണ് എന്നാണ് ആര് പറയുന്നത്, പത്രങ്ങൾ പറയുന്നത് എന്ന് EV പറയുന്നു. They said that only he could have known. പത്രങ്ങൾ പറയുന്നത് അച്ഛനെ മാത്രമേ ഇതിനെക്കുറിച്ച് അറിയാൻ കഴിയുള്ളൂ. ഹി ആൻഡ് മിസ്റ്റർ ഗ്രേഷം, അച്ഛനും അതുപോലെ തന്നെ അച്ഛൻ്റെ ബോസായിട്ടുള്ള ഗ്രേഷമനും. വൈ ഡിഡിൻ ഹി സ്റ്റോപ്പ് ഇറ്റ്? എന്നിട്ടും അച്ഛൻ ഇത്രത്തോളം തൻ്റെ ബോസിനോട് അടുപ്പമുണ്ടായിട്ടും എന്തുകൊണ്ട് വൈ ഡിഡിൻറ്റ് ഫാദർ സ്റ്റോപ്പ് പ്രിവെൻറ്റ് മിസ്റ്റർ ഗ്രേഷം ഫ്രം ദ പ്രോബ്ലം, ഫ്രം ദ കേസ്? ആ ഒരു പ്രശ്നത്തിൽ എന്തുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്തില്ല, സ്റ്റോപ്പ് ചെയ്തില്ല? ആ ഒരു ഇഷ്യൂവിൽ നിന്ന് അച്ഛൻ ഗ്രേഷമിനെ, ബോസിനെ തടഞ്ഞില്ല എന്നാണ് EV ചോദിക്കുന്നത്. മാർത്ത, ഹി വാസ് ആക്ടിങ് അണ്ടർ മിസ്റ്റർ ഗ്രേഷംസ് ഓർഡേഴ്സ്. മാർത്ത പറയുന്നു, ഹി വാസ് ഓൺലി ആൻ എംപ്ലോയി വർക്കിംഗ് അണ്ടർ മിസ്റ്റർ ഗ്രേഷമിൻ്റെ വർക്ക് ചെയ്യുന്ന, ഗ്രേഷമിൻ്റെ ഓർഡേഴ്സുകൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു എംപ്ലോയി മാത്രമാണ് നിൻ്റെ അച്ഛൻ. EV, കണ്ടംച്വസ്ലി മീൻസ് വിത്തൗട്ട് റെസ്പെക്റ്റ്, ഒരു ബഹുമാനവുമില്ലാതെ പുച്ഛത്തോടു കൂടി പറയുന്നു, മിസ്റ്റർ ഗ്രേഷംസ് ഓർഡേഴ്സ്, ഗ്രേഷമിൻ്റെ ഒരു ഓർഡറുകൾ. ഡിഡ് ഹി ഹാവ് ടു ഫോളോ ദം? അച്ഛൻ ആ ഓർഡേഴ്സിനൊക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ടോ? അല്ലെങ്കിൽ വൈ അവർ ഫാദർ ഷുഡ് ഫോളോ ഗ്രേഷംസ് ഓർഡേഴ്സ്? എന്തിനാണ് അച്ഛന് ഗ്രേഷമിൻ്റെ ഓർഡേഴ്സിനൊക്കെ ഫോളോ ചെയ്യുന്നത്? മാർത്ത, ആഫ്റ്റർ എ പോസ്, EV, I don't believe your father ever did a wrong thing in his life. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല നിൻ്റെ അച്ഛൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കില്ല. Not if he knew it was wrong. He did not know if it was wrong. അത് ബാങ്കിൽ സംഭവിച്ചത്, ഗ്രേഷമിൻ്റെ അടുത്ത് സംഭവിച്ചത് തെറ്റാണ് എന്ന് അച്ഛൻ അറിഞ്ഞിട്ടില്ലെങ്കിലോ, അച്ഛൻ അറിയാതെ പോയതാണെങ്കിലോ? ഓക്കെ, ഇവിടെ അച്ഛൻ മനഃപൂർവ്വം കൂട്ടുനിന്നു എന്നുള്ളതാണ് പത്രങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് EVയുടെ മാർത്തയോട് പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ മാർത്ത പറയുന്നു, നിൻ്റെ അച്ഛൻ ജീവിതത്തിൽ, അതായത് റോബർട്ട് ബാൽവിൻ ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അത്രക്കും അഭിമാനമാണ് അച്ഛനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഭർത്താവിനെ കുറിച്ചിട്ട്. EVക്ക് തൻ്റെ അച്ഛനെ കുറിച്ചിട്ട് അത്ര അഭിമാനമാണ്.
അപ്പോൾ പറയുന്നു നോട്ട് ഇഫ് ഹി ന്യൂ ഇറ്റ് വാസ് റോങ്. അത് തെറ്റാണ് എന്ന് അച്ഛൻ അറിഞ്ഞിട്ടില്ലെങ്കിലോ അച്ഛനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഹി ഫൗണ്ട് ഔട്ട് ബൈ ആക്സിഡൻറ്റ്. അദ്ദേഹം ആ തെറ്റ് കണ്ടത്, ആ മിസ്റ്റേക്ക് കണ്ടത്, പ്രോബ്ലം മനസ്സിലാക്കിയത് എങ്ങനെയാണ്? അൺഎക്സ്പെക്റ്റഡ്ലി ആണ്, അൺഎക്സ്പെക്റ്റഡായിട്ട്, യാദൃശ്ചികമായിട്ടാണ്. ഹി അണ്ടർസ്റ്റുഡ് ദ പ്രോബ്ലം അൺഎക്സ്പെക്റ്റഡ്ലി. ഫൗണ്ട് ഔട്ട് വാട്ട് മിസ്റ്റർ ഗ്രേഷം വാസ് ഡൂയിങ്. എന്താണ് ബാങ്കിൽ ഗ്രേഷം തെറ്റായിട്ട് ചെയ്തത് എന്നുള്ള കാര്യം അച്ഛൻ മനസ്സിലാക്കിയത്, അച്ഛൻ തിരിച്ചറിഞ്ഞത് വളരെ ലേറ്റായിട്ടാണ്. അതും യാദൃശ്ചികമായിട്ട് കണ്ടതാണ് എന്നാര് പറയുന്നു? മാർത്ത. ഇവി, ഹൗ ഡു യു നോ ദാറ്റ്? അതെങ്ങനെ നിങ്ങൾക്കറിയാം? മാർത്ത, ഐ ഡോണ്ട് നോ ഇറ്റ്. അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് ഐ എം നോട്ട് ഷുവർ, ബട്ട് ഐ സസ്പെക്ട്, ഐ ഡൗട്ട്, എനിക്ക് സംശയമുണ്ട്. സംതിങ് ഈസ് സെഡ്, സംതിങ് യുവർ ഫാദർ സെഡ് അബൌട്ട് ദ പ്രോബ്ലം. ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നിൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈഗർലി, ആങ്ഷ്യസ്ലി, ആകാംക്ഷയോടെ പറയുന്നു. യു സി ഇവി, ഹീ കാൻറ്റ് ഹാവ് ഡൺ എനിത്തിങ് റോങ്. മാർത്ത റിപ്പീറ്റ്സ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഷീ ഈസ് വെരി പ്രൗഡ് ഓഫ് ഹർ ഹസ്ബൻഡ്സ് ക്യാരക്ടർ. തൻ്റെ ഭർത്താവിൻ്റെ ക്യാരക്ടറിൽ വളരെയധികം അഭിമാനം ഉള്ള ഒരാളാണ് ആര്? ഭാര്യയായിട്ടുള്ള മാർത്ത. മാർത്ത വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇവ നോക്കൂ, നിൻ്റെ അച്ഛന് റോങ് ആയിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം മാത്രമല്ല, ദേ ഹാവിൻഡ് ഇൻഡൈക്റ്റഡ് ഹിം. എന്ത് ചെയ്തിട്ടില്ല? ഇൻഡൈക്റ്റഡ് മീൻസ് ചാർജ്ഡ് വിത്ത് ക്രൈം എന്നാണ്, കുറ്റം ചുമത്തുക എന്നാണ്. ദ കോർട്ട് ഹാസ് നോട്ട് ചാർജ്ഡ് വിത്ത് ഹിം എ ക്രൈം. ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? അച്ഛൻ്റെ പേരിൽ കോടതി എന്ത് ചെയ്തിട്ടില്ല? കുറ്റം ചുമത്തിയിട്ടില്ല. അതുകൊണ്ട് അച്ഛനൊരു കുറ്റവാളിയാണ് എന്ന് പറയാൻ കഴിയില്ല, അച്ഛനിതിൽ പങ്കുണ്ട് എന്ന് പറയാൻ കഴിയില്ല. ബിക്കോസ് ദ പോലീസ് ഓർ ദ കോർട്ട് ഹാസ് നോട്ട് ഇൻഡൈക്റ്റഡ് ഹിം, നോട്ട് ചാർജ്ഡ് വിത്ത് ക്രൈം. John, shortly. John, briefly. I met the assistant cashier yesterday. John says that he met the assistant cashier of the National Bank where his father is working. അവൻ്റെ ഫാദർ റോബർട്ട് ബാലിൻ വർക്ക് ചെയ്യുന്ന ബാങ്കിലെ അസിസ്റ്റൻ്റ് ക്യാഷ്യറെ ഞാൻ കണ്ടു എന്ന് ജോൺ പറയുന്നു. ഇവി, ഡൊനോവൻ മൈറ്റിലെ ജോൺ, shortly, briefly, I met the assistant cashier yesterday. John says that he met the assistant cashier of the National Bank where his father is working. റോബർട്ട് ബാലിൻ വർക്ക് ചെയ്യുന്ന, അവൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന ബാങ്കിലെ അസിസ്റ്റൻ്റ് ക്യാഷ്യറെ ഞാൻ കണ്ടു എന്ന് ജോൺ പറയുന്നു. ഇവി, ഡൊനോവൻ, ഹു ഇസ് അസിസ്റ്റൻ്റ് ക്യാഷ്യർ? നെയ്മഡ് ഡൊനോവൻ. ഡൊനോവനെയാണോ നീ കണ്ടത്? ജോൺ, യെസ്, ഡൊനോവൻ. ഐ സോ ഹിം അപ്പ് അറ്റ് അത്ലറ്റിക് ക്ലബ്ബ്. ഞാൻ സ്പോർട്സ് ക്ലബ്ബിൽ വെച്ചിട്ട് ഞാൻ അവനെ കണ്ടു. ഹീ സെഡ് ദാറ്റ്, അവൻ പറഞ്ഞു, നോബഡി ഹാഡ് എനി ഐഡിയ. ബാങ്കിലെ ഒരാൾക്കും ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ദാറ്റ് ദ വാസ് എനിത്തിങ് റോങ് അൻറ്റിൽ ദ ക്രാഷ് കെയിം. അതായത് റോങ് ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ചിട്ട് യാതൊരുവിധ ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഏതുവരെ? അൻറ്റിൽ ദ ക്രാഷ് അഗെയിൻ. ക്രാഷ് മീൻസ് സഡൻ റക്ക്, സഡൻ ബ്രേക്ക്, സഡൻ ഡിസിഷൻ എന്നൊക്കെ പറയും. ബാങ്ക് തകരുന്നത് വരെ ബാങ്കിൽ എന്തെങ്കിലും റോങ് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ചിട്ട് ഒരാൾക്കും തന്നെ ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ബാങ്കിലെ എംപ്ലോയീസിന്, വർക്കേഴ്സിന് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഡൊനോവൻ ഹാഡ് ബീൻ ദർ 8 years. ഡൊനോവൻ ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദ ബാങ്ക് ഫോർ 8 years. 8 വർഷമായിട്ട് ഡൊനോവൻ അവിടെ അസിസ്റ്റൻ്റ് ക്യാഷ്യറായിട്ട് വർക്ക് ചെയ്യാണ്. ഹീ തോട്ട്, ഡൊനോവൻ ചിന്തിച്ചു, എന്തറിയോ? ഹീ വാസ് ടേക്കൻ കെയർ ഓഫ് ഫോർ ദ റെസ്റ്റ് ഓഫ് ഹിസ് ലൈഫ്. ഹീ വുഡ് ബി സേഫർ അറ്റ് ദ ബാങ്ക് ഓൾ ഹിസ് ലൈഫ്. ഡൊനോവൻ ചിന്തിച്ചു, അവൻ്റെ ബാക്കിയുള്ള ജീവിതം മുഴുവനും ആ ബാങ്കിൽ സേഫായിരിക്കും, ബാങ്ക് അവനെ കെയർ ചെയ്യും എന്നാര് ചിന്തിച്ചു? ഡൊനോവൻ ചിന്തിച്ചു. ഹീ ഗോട്ട് മാരീഡ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ഇറ്റ്. ആ ഒരു ജോലിയുടെ ബലത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു ബാങ്കിലെ ജോലി കണ്ടിട്ടാണ് അവൻ എന്ത് ചെയ്തത്? കല്യാണം പോലും കഴിച്ചത്. ആൻഡ് ദെൻ വൺ മോർണിംഗ്, അങ്ങനെ ഒരു ദിവസം മോർണിംഗിൽ ദ വാസ് എ സൈൻ അപ്പോൺ ദ ഡോർ. വാതിലിൽ എന്തുണ്ടായി? ഒരു സൈൻ അപ്പോൺ ദ ഡോർ. സൈൻ അപ്പോൺ ദ ഡോർ മീൻസ് എ ഫാക്ട് ദാറ്റ് സംതിങ് ഹാപ്പൻഡ്. അതാണ് സൈൻ അപ്പോൺ ദ ഡോർ. എഴുതിയെടുക്കുക. സൈൻ, അപ്പോൾ ഒരു ഫ്രേസാണത്. സൈൻ അപ്പോൺ ദ ഡോർ മീൻസ് എ ഫാക്ട് ദാറ്റ് സംതിങ് ഹാപ്പൻഡ്. ഒരു വസ്തുത, അതായത് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അറിവ് ഞങ്ങൾക്ക് കിട്ടിയതാണ്, അല്ലെങ്കിൽ ഒരു വിവരം ഞങ്ങൾക്കുണ്ട്. എന്തോ ഒരു സംഭവം, ഒരു റോങ് ആയിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി.
ഒരു ദിവസം മോർണിംഗിൽ. ഇറ്റ് വാസ് ലൈക്ക് എ ബോൾട്ട് ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ. അതൊരു ഇഡിയമാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇഡിയം. ഇറ്റ് വാസ് ലൈക്ക് എ ബോൾട്ട് ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ. ബോൾട്ട് അണ്ടർലൈൻ ചെയ്യാം. ബോൾട്ട് ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ മീൻസ് ക്വൈറ്റ് അൺഎക്സ്പെക്റ്റഡ് എന്നാണ്. സംതിങ് ഹാപ്പൻഡ് അല്ലെങ്കിൽ സംതിങ് ഹാപ്പൻഡ് അൺഎക്സ്പെക്റ്റഡ്ലി. അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നതിനെയാണ് എ ബോൾട്ട് ഔട്ട് ഓഫ് ക്ലിയർ സ്കൈ എന്ന് പറയുന്നത്. ഇഡിയമാണ്. ഇഡിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താ ഇഡിയം എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഹാവിങ് ഫിഗറേറ്റീവ് മീനിങ് റാദർ ദാൻ ഇൻഡിവിജ്വൽ മീനിങ്, ലിറ്ററൽ മീനിങ്. അതായത് ഡയറക്റ്റ് വേർഡ്സുകളുടെ സെൻറ്റൻസിൻ്റെ മീനിങ്സ് അല്ല അതിനുണ്ടാവുക, ആശയ മീനിങ്സ് ആണ് അതിനുണ്ടാവുക. അപ്പോൾ എ ബോൾട്ട് ഔട്ട് ഓഫ് എ ക്ലിയർ സ്കൈ മീൻസ് സംതിങ് ഹാപ്പൻഡ് അൺഎക്സ്പെക്റ്റഡ്ലി എന്നർത്ഥം. അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിക്കുക എന്നാണ്. ഓക്കെ, ഇത് ഞങ്ങൾക്കൊക്കെ ഒരു ഇടിവെട്ടേറ്റതുപോലെയായിരുന്നു. അപ്രതീക്ഷിതമായി സംഭവിച്ച ഒന്ന് ആയിരുന്നു എന്ത്? ഈ ബാങ്ക് തകരുന്നു അല്ലെങ്കിൽ തകരാൻ പോവുകയാണ് എന്നുള്ള വാർത്ത. ആര് പറഞ്ഞു? ഡൊനോവൻ ജോണിനോട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇവി ആൻഡ് ഫാദർ ഇവിടെ ചോദിക്കുന്നത് വാട്ട് ഡിഡ് ഹീ ടെൽ അബൌട്ട് അവർ ഫാദർ? നമ്മുടെ അച്ഛനെ കുറിച്ചിട്ട് എന്താണ് ഡൊനോവൻ പറഞ്ഞത് എന്നാണ് ചോദിക്കുന്നത്. ജോൺ ഹീ സെഡ് ദ ഗവർണർ മസ്റ്റ് ഹാവ് നോൺ. ഗവർണർ എന്ന് ഉദ്ദേശിക്കുന്നത് സർ എന്ന് വേണമെങ്കിൽ പറയാം. സർ എന്ന് ഉള്ളതിൻ്റെ ഈക്വലായിട്ട് ഗവർണർ എന്ന് പറയാറുണ്ട്. ഓക്കെ, ഹീ സെഡ് ദ ഗവർണർ മസ്റ്റ് ഹാവ് നോൺ. ഡൊനോവൻ പറഞ്ഞു ഫാദറിന് തീർച്ചയായിട്ടും അറിയാം, ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിയാമെന്നാണ് ഡൊനോവനും പറഞ്ഞത്. ഹി വിൽ സ്വെയർ നോബഡി എൽസ് ഡിഡ്. അവൻ ഉറപ്പിച്ചു പറയുന്നുണ്ട് എന്ത്? നോബഡി എൽസ് ഡിഡ്, നോബഡി ന്യൂ. വേറൊരാൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, പക്ഷേ ആർക്കറിയാം? വേറൊരാൾക്കും ഇതിനെക്കുറിച്ച് അറിയില്ലെങ്കിലും ഫാദർ നന്നായിട്ട് അറിയാമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. യു സി ഫാദർ വാസ് ക്ലോസസ്റ്റ് ടു ഗ്രേഷം ദാൻ എനിവൺ എൽസ്. ആ ബാങ്കിലെ മറ്റു ആരേക്കാളും വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, ഗ്രേഷമിനോട്, ബോസിനോട്, മാനേജറോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരാണ്? അച്ഛനാണ്. ദാറ്റ് പുട്സ് ഹിം ഇൻ എ നൈസ് പൊസിഷൻ ഡസൻറ്റ് ഇറ്റ്? ആ ഒരു അച്ഛൻ്റെ സ്ഥാനം അച്ഛനെ നല്ലൊരു പൊസിഷനിൽ എത്തിക്കുമല്ലേ? ചെറിയൊരു ഇന്നർ മീനിങ്, ഒരു ഹിഡൻ മീനിങ് വെച്ചിട്ടാണ് ആര് പറയുന്നത്? ജോൺ പറയുന്നത്. കണ്ടോ, മാർത്ത ചോദിക്കുന്നു വാട്ട് യു മീൻ ജോൺ നീ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അച്ഛനെ നല്ലൊരു പൊസിഷനിൽ എത്തിക്കുമെന്ന് ഉദ്ദേശിക്കുന്നത് അല്ലേ? അച്ഛനിപ്പോൾ ജയിലിലാണ് റോബർട്ട് ബാൽവിൻ, അതായത് റോബർട്ട് ബാൽവിൻ്റെ ബോസായിട്ടുള്ള ജോൺ ഗ്രേഷം ഇപ്പോൾ ജയിലിലാണുള്ളത്. അപ്പോൾ ആ ജയിലിലുള്ള അറസ്റ്റ് ചെയ്തിട്ടുള്ള ഗ്രേഷമിനോടുള്ള അടുപ്പം അച്ഛനെ നല്ലൊരു പൊസിഷനിൽ എത്തിക്കും എന്നാണ് ആര് പറയുന്നത്? ജോൺ പറയുന്നത്. അപ്പോൾ മാർത്ത ചോദിക്കുന്നു എന്താണ് നീ ഉദ്ദേശിക്കുന്നത്? ജോൺ, ദ ഗവർണർ ഈസ് ദ ഓൺലി വിറ്റ്നസ് അഗെയിൻസ്റ്റ് ജോൺ ഗ്രേഷം. ജോൺ ഗ്രേഷമിന് എതിരായിട്ടുള്ള ഏക സാക്ഷി എന്ന് പറയുന്നത് ഗവർണർ മീൻസ് ഇവിടെ റോബർട്ട് ബാൽവിനെ കുറിച്ച്, അച്ഛനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഫാദറാണ്. ആൻഡ് മീ നെയ്മഡ് ആഫ്റ്റർ ഹിം അല്ലേ? ജോൺ പറയുന്നു I was named his ജോൺ ഗ്രേഷംസ് നെയിം. എനിക്ക് പോലും പേര് ആരുടെ പേരാണ് നൽകിയിട്ടുള്ളത്? ബോസിൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്. Me named after him means Balvin has been named his son after Gresham. Robert Balvin has even named his son after Gresham. റോബർട്ട് ബാൽവിൻ എന്ത് ചെയ്തിട്ടുണ്ട്? തൻ്റെ മകനായ ജോണിന് തൻ്റെ ബോസിനോടുള്ള സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ബഹുമാനം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ബോസും കൂടിയാണ്, അതോടൊപ്പം തന്നെ ചെറുപ്പത്തിലെ അറിയുന്ന സുഹൃത്തും കൂടിയാണ് ആര്? ജോൺ ഗ്രേഷം. അതുകൊണ്ട് ആ സുഹൃത്തിനോടുള്ള, ബോസിനോടുള്ള സ്നേഹം കൊണ്ട് തൻ്റെ മകൻ എന്ത് ചെയ്തിട്ടുണ്ട്? തൻ്റെ ബോസിൻ്റെ ജോൺ ഗ്രേഷമിൻ്റെ പേരാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നൽകിയിട്ടുള്ളത്. കണ്ടോ, മീ നെയ്മഡ് ആഫ്റ്റർ ഹിം എന്ന് പറഞ്ഞാൽ അതാണ്. എനിക്ക് അച്ഛൻ എന്ത് ചെയ്തിട്ടുണ്ട്? എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരാണ് നൽകിയിട്ടുള്ളത്. എന്ത്? ജോൺ ഗ്രേഷം ബാൽവിൻ എന്നാണ്. അപ്പോൾ ജോണിൻ്റെ ശരിക്കുള്ള പേരെന്താണ്? ജോൺ ഗ്രേഷം ബാൽവിൻ എന്നാണ്. ഈ ജോൺ ഗ്രേഷം എന്നുള്ള ശരിക്കും ആരെ പേരാണ്? ഈ ബാങ്ക് മാനേജറായിട്ടുള്ള ജോൺ ഗ്രേഷമിൻ്റെ മുഴുവൻ പേരാണ് ജോൺ ഗ്രേഷം. ആ പേര് എന്ത് ചെയ്തിട്ടുണ്ട്? ജോൺ ഗ്രേഷം എന്ന പേര് റോബർട്ട് ബാൽവിൻ്റെ മകനായ ജോണിന് കൊടുത്തു. എന്ത്? ജോൺ ഗ്രേഷം ബാൽവിൻ എന്നുള്ളത് ഫാദറിൻ്റെ പേരിൻ്റെ ഫസ്റ്റ് നെയിമാണ്. ജോണിൻ്റെ പേരിൻ്റെ അവസാനം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തൻ്റെ ബോസിൻ്റെ പേരാണ് എനിക്ക് തൻ്റെ മകന് നൽകിയിട്ടുള്ളത്. അതാണ് ഇവിടെ ആര് പറയുന്നത്? ജോൺ പറയുന്നത്. അറ്റ് യുവർ സർവീസ്. ഓ, നിങ്ങളുടെ ഒരു സർവീസ്,
അതായത് ഒരു എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. റെഡി ടു ഹെൽപ്പ് സം വൺ ഇൻ എനി വേ. ഏതൊരാളെയും ഏതൊരവസ്ഥയിലും സഹായിക്കാനുള്ള മനസ്സുള്ള ഒരു അവസ്ഥ അത് അച്ഛനുണ്ട്. Actually, John is irritated and he gets angry and he complains that he was named after John Gresham. Martha, your father will do his duty. മാർത്ത പറയുന്നു, ജോണിനോട് പറയുന്നു, യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. യു ഡോണ്ട് വറി അബൌട്ട് യുവർ ഫാദർ ബിക്കോസ് ഹി വിൽ ഡു ഹിസ് ഡ്യൂട്ടി. നിൻ്റെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ കടമ മാത്രമേ ചെയ്യൂ. ജോൺ, നോ മാറ്റർ വാട്ട് കംസ് ഓഫ് ഇറ്റ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ബി, അല്ലേ? യുവർ ഫാദർ വിൽ ഡു ഹിസ് ഡ്യൂട്ടി ജോൺ. നിൻ്റെ അച്ഛൻ ജോൺ, നിൻ്റെ ഫാദർ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി മാത്രമേ ചെയ്യൂ. നോ മാറ്റർ വാട്ട് കംസ് ഓഫ് ഇറ്റ്. ഹി ഡസൻറ്റ് ബോദർ വാട്ട് എവർ ഹാപ്പൻസ്. അതിനുശേഷം അതിൻ്റെ കോൺസിക്വൻസസ് എന്ത് തന്നെ ആണെങ്കിലും, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ത് തന്നെയാണെങ്കിലും, വാട്ട് എവർ ഹാപ്പൻസ്, എന്ത് തന്നെ സംഭവിച്ചാലും, ഹി വിൽ ഡു ഹിസ് ഡ്യൂട്ടി. അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി മാത്രമേ